ഇപ്പോൾ റീസെൻ്റ്ലി ഇറങ്ങിയിട്ടുള്ള ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ കേട്ടൊരു സിനിമ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകാൻ നോക്കുന്നത്. ഗൈസ്, നമ്മൾ വാഴ 2 കാണാൻ പോകുന്നത്. ചങ്കുണ്ട്, ഏച്ചിയുണ്ട്, ഞാനും ഏട്ടനും കൂടെ. ഞങ്ങൾ അധികം ലേറ്റ് ആക്കിയിട്ടില്ല, വേഗം വീട്ടിൽ നിന്ന് ഇറങ്ങുക ചെയ്തേ. ആലക്കോടുള്ള ഫിലിം സിറ്റിയിലാണ് ഞങ്ങൾ പോയത്. പോകുമ്പോൾ അങ്ങനെ വലിയ ആരും ഉണ്ടായിട്ടൊന്നുമില്ല ആ ടൈമിൽ. ഞങ്ങൾ കുറച്ച് നേരത്തെ ആയിപ്പോയി ഗൈസ് എത്തിയത്. പക്ഷെ ഞങ്ങൾ വിചാരിച്ചു 10 മണിക്കത്തെ ഷോ ആയതുകൊണ്ട് അങ്ങനെ വലിയ ആൾക്കാരൊന്നും ഉണ്ടാവില്ലാന്ന്. പക്ഷെ കുറച്ച് കഴിഞ്ഞേരം നല്ല ആളുണ്ടായിന്. നമ്മൾ വിചാരിച്ച പോലെയാണല്ലേനും. പിന്നെ നമ്മൾ അകത്ത് കയറി മൂവി സ്റ്റാർട്ട് ചെയ്തു. മൂവീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗൈസ്, എനിക്കൊന്നും പറയാനില്ല. കാരണം നിങ്ങൾ തന്നെ ഇപ്പോൾ ഇൻസ്റ്റയിലായാലും യൂട്യൂബിലായാലും എല്ലാ സോഷ്യൽ മീഡിയയിലും ഈ ഒരു ഫിലിമിനെ കുറിച്ചാണ് സംസാരവും അല്ലെങ്കിൽ വീഡിയോസും കാര്യങ്ങളും എല്ലാം ഉള്ളത്. അത്രയും നല്ല സിനിമയാണ്. കാരണം ഒരു ഫസ്റ്റ് ഹാഫെല്ലാം ആകുന്ന ടൈമിൽ നമ്മൾ അത്രത്തോളം ചിരിച്ചൊരു സിനിമയാണ്. പിന്നെ സെക്കൻഡ് ഹാഫോടെ നമ്മൾ കുറച്ച് ഇമോഷണലായി. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ ആ ഒരു മൂവിയിൽ ഉണ്ടായിട്ടുണ്ടായി. ഈ ഒരു അടുത്ത കാലത്തൊന്നും ഇത്രയും നല്ലൊരു മൂവി ഞങ്ങൾ കണ്ടിട്ടില്ല. കാരണം ഭയങ്കരമായിട്ട് നമ്മളെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ മൂവിയിലുണ്ട്. കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും പോയിട്ട് മൂവി കാണണം. കാരണം നമ്മൾ പറയുമ്പോൾ ആ ഒരു ഇമോഷൻസ് മനസ്സിലാവണമെന്നില്ല. കണ്ടു കഴിഞ്ഞാലേ ആ ഒരു എക്സ്പീരിയൻസിലൂടെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഞങ്ങളെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം.